500 हिंदुस्तान की सबसे बड़ी कंपनियां हैं। मैं आपसे आज पूछना चाहता हूं, इन 500 में दलित, आदिवासी, पिछड़ा, अति पिछड़ा वर्ग के कितने मालिक हैं? मतलब हिंदुस्तान की पूरी इकोनॉमी में 90% तो है ही नहीं, 90% है ही नहीं। പപ്പു അങ്കിള് നേരെയാവുമെന്ന് തോന്നുന്നില്ല. വോട്ട് തെണ്ടാനായിട്ട് അവിടെ എത്ര ജാതിക്കാരുണ്ട്, ഇവിടെ എത്ര ജാതിക്കാരുണ്ട്, ആ ജാതിക്കാർക്ക് എത്ര കിട്ടുന്നുണ്ട്, ഈ ജാതിക്കാർക്ക് എത്ര കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സെൻസസും എടുത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും ഇയാൾക്കുള്ള മറുപടി ഈ വീഡിയോ പറയും. जाति 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 ईवीएम 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 രാഹുൽ ഗാന്ധിജി ചോദിച്ചില്ലേ ദളിത് സഹോദരങ്ങൾ എത്രയുണ്ട്, ആദിവാസി സഹോദരങ്ങൾ എത്രയുണ്ട് എന്നൊക്കെ. ജാതി പറഞ്ഞ് ചോദിച്ച സ്ഥിതിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത പൗരനായിട്ടുള്ള രാഷ്ട്രപതി ഒരു ദളിത് വനിതയാണെന്നുള്ള കാര്യം താങ്കൾക്ക് അറിയില്ലേ? രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ ഇതും പറഞ്ഞ് കരയുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കണം മോദിജി അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതൊക്കെ പോട്ടെ, ഇതിനുമപ്പുറം ദളിത് സഹോദരങ്ങളുടെയും ആദിവാസി സഹോദരങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിജിക്ക് ആശങ്കയുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാന്ധി കുടുംബം അടക്കി വാഴുന്ന കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് ഒരാളെ കൊണ്ടുവന്ന് കാണിക്കും. ഈ കഴിഞ്ഞ ദിവസം വയനാട് വെച്ച് നടന്ന ഒരു പാർട്ടി പരിപാടിയിൽ വെച്ച് പ്രിയങ്ക ഗാന്ധിയുടെ മകനെയും മകളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. കോൺഗ്രസ്സുകാരെ, അടുത്തതായി നിങ്ങളെ ഭരിക്കാൻ പോകുന്ന പബ്ജി തലമുറയാണവർ. ഏത് ഹൈക്കമാൻഡ്, എന്തൊരു ഗതികേടാണല്ലേ.